സ്തുതികളുടെ മധ്യേ വാസം ചെയ്യുന്ന നല്ല കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോട് അപ്പച്ചായി അതിരാവിലെ സമയത്ത് ഞങ്ങൾ തിരുമേനെ വാഴ്ത്തുന്നു. കഴിഞ്ഞ 5 മാസവും നിങ്ങളോട് ഞങ്ങളുടെ കൂടെ ഇരുന്നല്ലോ, ഞങ്ങളെ നടത്തിയല്ലോ, ഞങ്ങളെ കാത്തു സൂക്ഷിച്ചല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് ബലഹീന നേരത്തിലെ രോഗക്കിടക്കയിൽ ഞങ്ങൾ തനിമയിലെ എല്ലാ സ്ഥാനത്തും നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ രക്ഷിച്ചല്ലോ, ഞങ്ങളെ വഴി നടത്തിയല്ലോ, ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. നിൻ്റെ ആശ്വാസത്തിൻ്റെ കരം, അനുഗ്രഹത്തിൻ്റെ കരം കർത്താവേ ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഒരപ്പനെ പോലെ ഒരമ്മയെ പോലെ ഞങ്ങളെ പരിപാലിച്ചവനെ ഞങ്ങളിനെ സ്തുതിക്കുന്നു. നല്ലൊരു ഇടയനായി ഞങ്ങളെ കർത്താവെ വഴി നടത്തിയല്ലോ, ഞങ്ങളെ മേയിച്ചല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരുന്നല്ലോ. എവിടെയെങ്കിലും ലജ്ജിപ്പിക്കാതെ, തല കുനിക്കാതെ, ആരുടെ മുന്നേ പോയി കൈനീട്ടാതെ 152 ദിവസം ഞങ്ങളെ അതിശയമായി നടത്തി വന്നതിനായി സ്തോത്രപ്പിച്ച. 152 ദിവസം ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് നീ കരനീട്ടിനായി സ്തോത്രപ്പിച്ച. ഒരിടത്തും ഞങ്ങളെ ക്ഷീണിതരായി തളർന്നു പോകാതെ, ലജ്ജിപ്പിക്കാതെ, തലകുനിക്കാതെ ഞങ്ങളെ നടത്തുന്ന ദൈവമേ, നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. ഈ 153-ാമത്തെ ദിവസത്തിലേക്ക് കർത്താവേ ഞങ്ങളുടെ കൈ പിടിച്ച് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഈ വർഷത്തിനുടെ മധ്യ പകുതി 6-ാം മാസത്തേക്കാണ് ദൈവം ഞങ്ങൾ കൃപ ചെയ്തതിനായി സ്തോത്രപ്പിച്ച. കടന്ന 5 മാസത്തെക്കാട്ടിലും 6-ാം മാസം ഒത്തിരി അനുഗ്രഹമായി, ഒത്തിരി ആശ്വാസമായി ഞങ്ങൾക്ക് കാണുവാൻ കർത്താവ് സഹായിക്കണം. ദൂരത്തിലും സമീപത്തിലുമായിരുന്നു ഈ വാഗ്ദത്ത ആരാധനയിൽ പങ്കുചേർന്ന ഓരോ നിൻ്റെ കുഞ്ഞുങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദേശത്തിൻ്റെ പല ഭാഗത്തുള്ള കുഞ്ഞുങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യുന്നു, അനേകരുടെ ആവലോടെ കാത്തിരിക്കുന്നു. ഈ മാസത്തിൻ്റെ വാഗ്ദത്തം എന്താണ്, ദൈവത്തിൻ്റെ വായിന്ന് എനിക്ക് എന്നെ ലഭിക്കുമെന്ന് പറഞ്ഞ് ആവലോട് കാത്തിരിക്കുന്നു ഓരോ കുഞ്ഞുങ്ങൾക്കും ഈ വാഗ്ദത്ത ആരാധന അനുഗ്രഹമായി മാറട്ടെ, ആശ്വാസമായി മാറട്ടെ. ഇതിലെന്ത് പറയുന്നു അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടിയനെയും ബലപ്പെടുത്തണം, വൻ കാര്യങ്ങളെ ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനഃനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഈ 6-ാം മാസം 1-ാം തീയതി അതിരാവിലെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ വന്ന് ദൈവത്തിൻ്റെ വായിന്ന് കിട്ടുന്ന ആ വിലമതിപ്പെടാൻ മുടിയാതെ ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങളുടെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും. ഈ മാസം 1-ാം തീയതി തൊട്ട് ലാസ്റ്റ് ഡേ വരെയിലും നിങ്ങൾ ചെയ്യുന്നതെല്ലാം അനുഗ്രഹമായിരിക്കും. നിങ്ങൾ പോകുന്നിടത്തും തിരുന്നിടത്തും എല്ലാം കർത്താവ് കൂടെ ഉണ്ട്. നിങ്ങൾ കൈയിട്ട് ചെയ്യുന്ന എല്ലാ തൊഴിലിലും കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരവുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, കുഞ്ഞുങ്ങളുടെ വിവാഹ വിഷയത്തിൽ, കുഞ്ഞുങ്ങളുടെ പ്രസവ വിഷയത്തിൽ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അവിടെ എല്ലാം ദൈവം ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ഈ അതിരാവിലെ ഇരുട്ടോട് ദൈവത്തെ തേടി വരുന്നത് ഒത്തിരി അനുഗ്രഹമാണ്. അത് നമ്മളെ ദൈവം നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ഈ മാസം വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവം തന്ന ആ വചനം നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് വേണ്ടി അത് വിളമ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒത്തിരി അപരിചിതമായി നല്ല മനഃപ്പാടമായി അറിയാവുന്നൊരു വാക്കാണ് ഈ മാസം കർത്താവ് വാഗ്ദത്തമായി തരുന്നത്. എങ്കിലും ദൈവം തരുമ്പോൾ അത് പുതുതായിരിക്കും, ഫ്രഷ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സങ്കീർത്തനക്കാരൻ എഴുതിയ 34-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് ദൈവം നമുക്ക് വാഗ്ദത്തമായി തരുന്നത്. 34-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാമത് വാക്യം ഇങ്ങനെ പറയുന്നു: നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാവற்றிൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവനെ വിടുവിക്കുന്നു. ആ ഫസ്റ്റ് വേർഡ് ഏതോ നമ്മുടെ തലയിൽ ഇടി വീഴുന്നത് പോലെ തോന്നുന്നു. ഭയങ്കരമായിട്ടൊരു ഭയം, ഒരു ഫീലിംഗ്, ഒരു നടുക്കം. എന്തുവാ? ദൈവത്തിന് സ്തോത്രം. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. ദൈവത്തിന് ഈ ഭൂമിയുടെ വെയിറ്റ് അറിയാം. ഈ ഭൂമിയിൽ എന്തോരം ജനങ്ങളുണ്ട്, എന്തോരം ഊറും പ്രാണികൾ, പറവകൾ, മൃഗങ്ങളുണ്ടെന്ന് ദൈവത്തിന് അറിയാം. കടലിൽ എത്ര മത്സ്യങ്ങളുണ്ട്, എത്ര ലിറ്റർ വെള്ളമുണ്ട് ദൈവത്തിന് അറിയാം. എല്ലാത്തിൻ്റെ അളവും കർത്താവിന് അറിയാം. എൻ്റെ തലയിൽ എത്ര മുടിയുണ്ട് എൻ്റെ ദൈവത്തിന് അറിയാം. എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അകത്തും പുറത്തുമുള്ളത് എൻ്റെ ദൈവത്തിന് അറിയാം. ദൈവത്തിന് അറിയാത്തതൊന്നും ഈ ലോകത്തിലില്ല. കാരണം തൻ്റെ വാഗൊണ്ട് സൃഷ്ടിച്ചതാണ് ഇവകളെല്ലാം. നമ്മെ തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ് നമ്മുടെ ശരീരം. അത് നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇത്രയും ജ്ഞാനമുള്ളൊരു ദൈവം, ഇത്രയും അറിവുള്ളൊരു ദൈവം, സകലതും അറിഞ്ഞൊരു ദൈവത്തിന് നീതിമാൻ്റെ അനർത്ഥത്തിൻ്റെ കണക്കറിയത്തില്ല. ഒരു നീതിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച കുഞ്ഞുങ്ങൾ. തൻ്റെ തിരുവചനത്തിനാൽ രമ്യ രക്ഷിക്കപ്പെട്ട് തിരുവചനത്തെ ഏറ്റുകൊണ്ട് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവകൃപയിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വരവിന് വേണ്ടി പ്രത്യാശയോട് കാത്തിരിക്കുന്നവനാണ് ഒരു നീതിമാൻ. അവന് വരുന്ന അനർത്ഥങ്ങൾ പറയുന്നത് കണ്ടോ, എത്രമാത്രം വ്യക്തം. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു.
ആ കണക്ക് ആർക്കും അറിയത്തില്ല. എന്നാൽ രണ്ടാമത് പറയുന്ന വാർത്ത ഒത്തിരി ആശ്വാസമാണ്. ഫസ്റ്റ് നമ്മുടെ തലയിൽ ഇടി വീഴുന്ന പോലാണ്, ഭയങ്കരമായിരിക്കും. രണ്ടാമത് പറയുന്നത് അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. എത്ര പേർ ആമേൻ പറയാൻ ആഗ്രഹിക്കുന്നു? എത്ര പേര് സ്തോത്രം പറയുന്നു? ദൈവത്തെ സ്തുതിച്ചാട്ട്. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്ന സത്യം. അതിൻ്റെ മേലെ 2 വാക്യം, അത് വാക്തത്വമല്ല. 17, 18 ഇങ്ങനെ ചൊല്ലുന്നു: നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. നിങ്ങളുടെ നിലവിളി കേൾക്കാൻ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. മറ്റുള്ളവർക്കെല്ലാം നമ്മുടെ നിലവിളിയുടെ രഹസ്യം അറിയത്തില്ല. എന്തിനു നിലവിളിക്കുന്ന ആർക്കും അറിയത്തില്ല, കൂടെ പടുക്കുന്നവർക്കൂടെ അറിയത്തില്ല, ഒരുത്തർക്കും അറിയത്തില്ല. പക്ഷേ ഇവിടെ ദൈവം പറയുന്നു, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. ഒരു കേൾക്കുന്ന ദൈവം, നിന്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവം പറയുന്നു. അവിടെ പറയുന്നത് സകല കഷ്ടത്തിൽ നിന്നും അവരെ വിടുവിച്ചു. ആ കരയുന്ന കുഞ്ഞിൻ്റെ, കരയുന്ന മാതാവിൻ്റെ, കരയുന്ന പിതാവിൻ്റെ, കരയുന്ന പാസ്റ്ററുടെ, കരയുന്ന സഹോദരൻ്റെ, സഹോദരിയുടെ സകല കഷ്ടത്തിൽ നിന്നും യഹോവ അവനെ വിടുവിച്ചെന്ന്. ഇതുമേലെ നിങ്ങൾക്ക് എന്തോ വേണം ഈ മാസം? അടുത്ത് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നിന്റെ ഹൃദയം തകർക്കുവാൻ ഒത്തിരി പേര് ഈ ലോകത്തിലുണ്ട്. അനേകർ നിന്റെ ഹൃദയത്തെ മുറിക്കുവാൻ, ഉടയ്ക്കുവാൻ അനേകരുണ്ട്. പക്ഷേ കർത്താവ് ആ സമയത്ത് നിന്റെ കൂടെ ഇരിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നിന്റെ മനസ്സ് തകർന്ന് കിടക്കുകയാണോ? നിന്റെ ഭവനം തകർന്ന് കിടക്കുകയാണോ? നീ സകലവും തളർന്ന് താളടിയായിപ്പോയോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലയോ? നിന്റെ കണ്ണുനീരിന് മറുപടിയില്ലയോ? പേടിക്കണ്ട. ദൈവം പറയുന്നത്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ രക്ഷകൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ മാസം, ഈ 6-ാമത്തെ മാസം, 153-ാമത്തെ ദിവസം കർത്താവ് നിന്റെ വലത് കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഒന്നുകൊണ്ട് പരിഭ്രമിക്കണ്ട, നീ പേടിക്കണ്ട, നീ കരയണ്ട, നീ കണ്ണുനീര് വിട്ടത് മതി, നീ കരഞ്ഞത് മതി, നിർത്ത്. ഞാൻ അവിടെ കർത്താവ് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഈ മാസം നിങ്ങൾക്കൊരു വിടുതലിൻ്റെ മാസമാണ്, ഒരു വ്യക്തിയുടെ മാസം, ജയത്തിൻ്റെ ഘോഷം എഴുതുന്ന ഒരു മാസമാണ്. ഒന്നുകൊണ്ടും ഭയപ്പെടും. നിങ്ങൾ മരണക്കിടക്കയിലായിരിക്കും, രോഗക്കിടക്കയിലായിരിക്കും, ഡോക്ടർമാർ കൈവിട്ട് കാണും, നാട്ടുകാർ വീട്ടുകാർ കൈവിട്ട് കാണും, പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രാർത്ഥന നിർത്തി കാണും. പേടിക്കരുത്. എല്ലാവരും ഉപേക്ഷിച്ച് കാണും, പേടിക്കരുത്. തകർന്നു പോയി കാണും, പേടിക്കരുത്. കണ്ണുനീര് വിടാൻ തലയിൽ കണ്ണുനീരില്ല, കരയാനുള്ള ബലനില്ല, ഉപവസിക്കാൻ ശക്തിയില്ല, ഭയപ്പെടണ്ട. കർത്താവ് പറയുന്നത്, നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ഈ മാസത്തിൻ്റെ വാഗ്ദത്തം 19-ാമത്തെ വാക്യമാണ്, മറക്കരുത്. കഴിഞ്ഞ 5 മാസവും കർത്താവ് കൊടുത്ത വാഗ്ദത്തം ഏറ്റെടുത്തവർക്ക്, വിശ്വസിച്ചവർക്ക് അങ്ങനെ തന്നെ സംഭവിച്ചു. അതുകൊണ്ട് ദൈവം നമ്മളെ ലജ്ജിപ്പിക്കുന്നവനല്ല, ദൈവം നമ്മളെ ക്ഷീണിച്ചു പോകാൻ സമ്മതിക്കുന്ന ദൈവമല്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മളെ കൈവിടത്തില്ല. അമ്മ കൈവിടട്ട്, അപ്പൻ കൈവിടട്ട്, നാട്ടുകാർ വീട്ടുകാർ എല്ലാവരും കൈവിടട്ട്, പേടിക്കണ്ട. മല പോലാണ് പ്രശ്നങ്ങൾ വരുന്നത്, അലയലയായിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഒന്നങ്ങോട്ട് കഴിയുമ്പോഴത്തേനും അടുത്തത് വന്നുകൊണ്ടിരിക്കുക. കാരണം നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യം, എണ്ണാൻ പറ്റുന്നില്ല. കണക്കെഴുതാൻ പേപ്പറില്ല, കണക്കെഴുതാൻ മഷിയില്ല, കണക്കെഴുതാൻ ഇവിടുത്തെ ലോകത്തിൽ ഒന്നുമില്ല. അങ്ങനെ എണ്ണാൻ കഴിയാത്തവണ്ണം അസംഖ്യമായി വരുന്ന, ഒന്നിൻ്റെ പുറകെ അലയലയായി വരുന്ന ആ ശോധനയെ കണ്ട് കർത്താവ് പറയുന്നു, ഇത്രത്തോളം നീ വാ, അവിടെ നില്ല്, ഇനി ഇങ്ങോട്ട് വരരുത്. സമുദ്രത്തിന് അങ്ങനെ ദൈവം പറഞ്ഞത്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ദൈവം കൂടുണ്ട്, കൂട്ടിന് ദൈവമുണ്ട്, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, മറക്കുകയില്ല, നിങ്ങളെ തള്ളിക്കളയുകയില്ല. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ മാസം, ഈ 6-ാമത്തെ മാസം മല പോലെ പ്രശ്നങ്ങൾ വരട്ട്, എന്തൊക്കെ വേണമെങ്കിലും വരട്ട്, നിങ്ങൾ ധൈര്യമായി നിൽക്കുക, കർത്താവ് വിടുവിക്കും, എല്ലാത്തിനും വിടുവിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിയമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ 6-ാം മാസത്തിൻ്റെ 1-ാമത്തെ ദിവസം അതിരാവിലെ 153-ാമത്തെ ദിവസം ഇരുട്ടോട് നിൻ്റെ പാദപീഠത്തിൽ വന്ന് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ആലോചന കൊടുക്കുവാൻ എൻ്റെ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നല്ലോ. ഈ വാഗ്ദത്ത ആരാധനയിൽ ഈ 6-ാം മാസം അതേ കർത്താവെ അറ്റൻഡ് ചെയ്യുവാൻ, ഇത് നടത്തുവാൻ, ആലോചന കൊടുക്കുവാൻ എനിക്ക് നീ ജീവൻ, ബലൻ, സന്തോഷം തന്നല്ലോ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നിൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ഇത് കേൾക്കുവാനും അംഗീകരിക്കുവാനും
അംഗീകരിക്കുവാനും ഏറ്റെടുക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തന്നല്ലോ കർത്താവേ. കഴിഞ്ഞ 5 മാസം ഈ ലോകത്തിലുള്ള സംഭവങ്ങൾ എന്തുമാത്രം ഭയങ്കരം, എന്തുമാത്രം മരണം, എന്തുമാത്രം യുദ്ധങ്ങൾ, എന്തുമാത്രം ക്ഷാമങ്ങൾ, എത്ര പേര് പട്ടിണിയിനാൽ മരിച്ചു, വാഹനാപകടങ്ങളിൽ മരിച്ചു, എത്ര പേരെ കൊല ചെയ്ത് കൊന്നു കളഞ്ഞിരിക്കുന്നു, എത്ര പേര് വെള്ളത്തിൽ വീണ് മരിച്ചു, മലയിടിഞ്ഞ് വീണ് മരിച്ചു, വണ്ടി അപകടമായി മരിച്ചു, കർത്താവ് രോഗികളായി മരിച്ചു. അത് കണക്കില്ലാതെ നടന്നുകൊണ്ടിരിക്കുക. ആണാലും കർത്താവ് ഞങ്ങളെ ജീവനോട് ഈ 153-ാമത്തെ ദിവസത്തിലേക്ക് ഒരമ്മ കർത്താവേ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്നതുപോലെ, ഒരപ്പൻ തന്റെ തോളിൽ തന്റെ കുഞ്ഞിനെ ചുമന്നു വരുന്നത് പോലെ ഞങ്ങളെ ചുമന്നുകൊണ്ട് നീ വന്നതിനായി സ്തോത്രം. 6-ാം മാസത്തിൽ നിങ്ങൾ വന്നതല്ല, നീ ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഞങ്ങളെ കൈപിടിച്ചുകൊണ്ട് ദൈവം ഈ മാസത്തിന്റെ എല്ലാ ആവശ്യങ്ങളുടെ മുഖത്തും, സ്കൂൾ തുറക്കുന്നു, കോളേജ് തുറക്കുന്നു, കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങൾ, വീട് പണിയുന്ന കാര്യങ്ങൾ, ജോലിയോടുള്ള വിഷയം, കുഞ്ഞുങ്ങളുടെ പ്രസവ വിഷയം, ഏതെല്ലാം വിഷയങ്ങളായിക്കൊള്ളുക കർത്താവേ, അവിടെ എല്ലാം ദൈവത്തിന്റെ വലിയ കരം വലിയത് പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം, വലിയത് പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം, വലിയത് പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ വീര്യമുള്ള കരത്തിൽ, നിന്റെ അത്ഭുത കരത്തിൽ, നിന്റെ അതിശയ കരത്തിൽ ഈ പ്രാർത്ഥനയ്ക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ഭവനങ്ങളെയും നിന്റെ കരത്തിൽ സമർപ്പിച്ച് പാദപീഠത്തിൽ കൊണ്ട് വെച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. 6-ാമത്തെ മാസം നിന്റെ കുഞ്ഞുങ്ങളുടെ മുഖം വാടുവാൻ, കണങ്ങുവാൻ, കരയുവാൻ ദൈവം സമ്മതിക്കരുത്. ഒരുത്തർക്കും ഒരു അനർത്ഥവും വരുവാൻ ദൈവം സമ്മതിക്കരുത്. അപ്പോൾ നീ പറഞ്ഞത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുമെന്ന് പറഞ്ഞല്ലോ. ഒരു വിടുതൽ കർത്താവ് ഇപ്പം കൽപ്പിച്ചതിനായി സ്തോത്രം. അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾ, സമാധാനത്തോടെ ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾ, വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം വൻകാര്യം ചെയ്യണം, നിന്റെ നാമം മാത്രം മഹത്വപ്പെടുത്തണം. ഇത് നിമിത്തം ഉണ്ടാകുന്ന സകല തുതിയും സകല ഘനവും സകല മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമീൻ, ആമീൻ, ആമീൻ. നിശ്ചയമായി ഈ വാഗ്ദത്തം നിങ്ങൾ സന്തോഷത്തിൽ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, ഈ വചനങ്ങൾ നിങ്ങൾക്കായി ദൈവം തന്നുള്ള സന്തോഷത്തോട് നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് നിശ്ചയം 6-ാം മാസം വ്യക്തിയാണ്, വിടുതലാണ്, ജയമാണ്. ഏറ്റെടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ വാക്ക് പറഞ്ഞവരെ സന്തോഷിപ്പിക്കുക. ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എല്ലായിടത്തും കർത്താവ് കൂടെ വരുന്നുണ്ട്. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.